സ്ത്രീകൾ ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളിലേക്ക് പോകാൻ പല ഘടകങ്ങളും കാര്യങ്ങളും നമ്മൾ പറയുകയുണ്ടായി. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ, സമൂഹത്തിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം. ഒരു ബയോളജിക്കൽ റീസൺ അതിൻ്റെ പുറകിലുള്ളതായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇത് ഈ ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യോ എക്കണോമിക് 3 ഫേസസിൽ ബയോളജിക്കൽ ഫേസ് എന്ന് പറയുമ്പം ഒരുപാട് കാര്യമായിട്ട് ആരും എടുക്കുന്നില്ല എങ്കിലും അതിനൊരു വശമുണ്ട്. കാരണം സ്ത്രീയുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ പീരീഡ്, ആ സമയം, പിന്നെ പ്രഗ്നൻസി ടൈം, മെനോപോസിൻ്റെ ടൈം, ഈ 3 സമയത്തും ഒരുപാട് ഹോർമോണൽ ഇംബാലൻസസ് അവളിലുണ്ടാകുന്നുണ്ട്. അപ്പം അവൾ തന്നെ അത് മനസ്സിലാക്കുന്നത് വളരെ വിരളമാണ്. ഇപ്പം നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് പല ആൾക്കാർക്കും അറിയാം ഇപ്പം മെൻസ്ട്രൽ പീരീഡ് ആണ് എനിക്ക്, അതുകൊണ്ടാണ് ഈ ദേഷ്യവും, നമുക്കറിയാം ചൂട് വരുന്നു, ദേഷ്യം ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വയലൻസ് കമ്മിറ്റ് ചെയ്യാൻ, ഇപ്പോൾ ചൈൽഡ് അബ്യൂസ് എങ്കിലും ഇപ്പം നമ്മൾ പെട്ടെന്ന് കുട്ടികളോട് സംസാരിക്കുന്ന ആ ഒരു ഫേസിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വയലൻ്റ് ആകുന്നു, അവരെ അടിക്കുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ എത്തുന്നു. മെനോപോസൽ ടൈമിലും അതുപോലെ തന്നെ, അത് മെനോപോസിൻ്റെ ആകുമ്പം ടൈം ഡ്യൂറേഷൻ ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ആ സമയത്തും പ്രഗ്നൻസിയും അതുപോലെ ഇപ്പം ഒരു 20s ആ ഒരു പ്രായത്തിലൊക്കെ പ്രഗ്നൻ്റ് ആവുന്നു. അപ്പം ഞാനൊരു അമ്മയാകാൻ പോകുന്നു, മകളിൽ നിന്നും അമ്മയിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്. അപ്പോൾ അതിനൊരു അവയർനെസ്സോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസോ കൊടുക്കാനുള്ള ഒരു ഇത് വേണം. അതുകൊണ്ട് ബയോളജിക്കൽ പെർസ്പെക്റ്റീവിന് അവിടെ ഒരു ഭാഗമുണ്ട്, ഒരു വയലൻറ്റ് ബിഹേവിയറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടെന്ന് തന്നെയാണ് അഭിപ്രായം. ഇപ്പോൾ മാഡം പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള, വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യാനും സ്ത്രീകൾക്ക് സാധിക്കുന്നു എന്ന് പറയുന്നു. വളരെ എന്താ പറയുക, ഒരു രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ, ഒരു നാടിൻ്റെ തന്നെ എന്താ പറയുക ഭാവിയെ മാറ്റിവിടാനും ഒരു സ്ത്രീക്ക് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സ്ട്രോങ് ബിൽഡ് ആവാനായിട്ടുള്ള സാധിക്കുന്ന ഘടകം എന്തെല്ലാമാണ്? സമൂഹത്തിൽ നിന്ന് അവൾക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അത് ഒരു പാർട്ടാണ്. പിന്നെ സൈക്കോളജിക്കലായിട്ടുള്ള, സൈക്യാട്രിക് ആയിട്ടുള്ള ഇഷ്യൂസും അതിനകത്തുണ്ട്. അതിനകത്ത് നമ്മൾ കോൾഡ് ബ്ലഡഡ് ആയിട്ട് വരുന്നത് അവൾക്ക് അനുഭവിക്കുന്ന ഈ എല്ലാത്തിൻ്റെയും ബേസ് നേരത്തെ പറഞ്ഞ പോലെ കുടുംബം തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന, ഇപ്പം ഇടയ്ക്ക് വന്ന ഒരു കേസ് എന്നുള്ള നിലയിൽ പറയുകയാണ്, ഒരു 21 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവൾക്ക് വീട്ടിൽ നിന്നും പുറത്തു പോകണം, വീട്ടിൽ നിന്ന് പഠിക്കണ്ട, വീട് പോയിട്ട് ആ സ്റ്റേറ്റിൽ നിന്നേ പഠിക്കണ്ട, പുറത്ത് പോകണം. പിന്നെ വീട്ടിലോട് എല്ലാവരോടും ഭയങ്കര പകയാണ്, പ്രത്യേകിച്ച് മൂത്ത സഹോദരനോട് ഭയങ്കര പകയാണ്. അങ്ങനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു, സംസാരിച്ചു വന്നപ്പോൾ അവൾക്ക് 10 വയസ്സിൽ സഹോദരിൽ നിന്നുണ്ടായ സെക്ഷലായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ അവർ ഒളിച്ചു കളിക്കുകയാണ്. കുട്ടികൾ ചെറിയച്ഛൻ്റെ വീട്ടിൽ കൊണ്ടുപോകും എല്ലാവരെയും കൂടെ, അവിടെ എല്ലാവരും കൂടെ ഒളിച്ചു കളിക്കുന്നു. ഒളിച്ചു കളിയുടെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യം, സ്വന്തം സഹോദരൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അവളിലത് ഭയങ്കരമായിട്ടുള്ള പ്രതികാരം. അപ്പോഴവൾക്ക് അറിയത്തില്ല അതെന്താണ് സംഭവിക്കുന്നതെന്ന്. വളരെ ചൈൽഡിഷായിട്ട് എന്തോ ഒരു കളിയാണെന്നുള്ള നിലയിൽ അവളും കുറച്ചുകൂടെ മുതിർന്നു കഴിഞ്ഞപ്പോൾ അതൊരു എന്നെ ചൂഷണം ചെയ്യുകയാണ് എന്നുള്ളൊരവസ്ഥ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഒരു സെക്ഷൽ അബ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും വെഞ്ചൻസ് കൂട്ടാൻ ചാൻസ് കൂടുതലാണ്. ഫിസിക്കൽ അബ്യൂസ്, പൈശാചികമായിട്ടുള്ള ഉപദ്രവം, ഭയങ്കരമായിട്ടുള്ള ഉപദ്രവം. പിന്നെ അമ്മമാരിൽ നിന്ന് തന്നെയുള്ള തിരസ്കരണം. അപ്പം ഇത്തരം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന അമ്മമാർ പിന്നെയും വരുന്ന കുട്ടികളെ അതുപോലെ തന്നെ കാണും. അമ്മമാരിൽ നിന്നുള്ള തിരസ്കരണം, ബ്രോക്കൺ ഫാമിലിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പിന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അവൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒന്നും ആഗ്രഹിക്കാതെ ആ ഒരു ലെവലിലോട്ട് പോകുമ്പോൾ ഇപ്പം നമുക്കറിയാം പല സ്കാൻഡൽസ്, വലിയ സ്കാൻഡൽസ് വരുമ്പോൾ നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റാത്ത തരത്തിൽ നമുക്കറിയാവുന്ന പല ഇതിലും സ്ത്രീകൾ എന്ന് വെച്ചാൽ ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ, അവർ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള നല്ല പൊതിഞ്ഞു വെച്ച ക്രൈംസ് ചെയ്യും, ആരും അറിയത്തില്ല. അവളുടെ ചാം, അവളുടെ അട്രാക്ഷൻ, അവളുടെ ഇൻ്റലക്റ്റ്, ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക. പിന്നെ പിടിക്കപ്പെടുമ്പോൾ പിന്നെ അവളില്ലാത്ത പേരുകളൊന്നും ഇല്ലാത്തൊരവസ്ഥ, അവൾ ഏറ്റവും. അപ്പം അതിൻ്റെ പുറകു വശവും എല്ലാം ഇത് തന്നെയാണ്. പുരുഷനുണ്ട് ഈ ധൈര്യം എന്ന് പറയുന്നത്. കുറച്ച് പുരുഷനും ആ കൂട്ടത്തിലുണ്ട്, ഇവർക്ക് ധൈര്യം കൊടുക്കാൻ. ഒരു 3-4 പുരുഷൻ്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടാവും. അപ്പോൾ ആ സ്ത്രീക്ക് കിട്ടുന്ന ധൈര്യം പുരുഷന്മാർ കൊടുക്കുന്ന ഒരു ധൈര്യം കൂടെ ഉണ്ട്. അല്ലെങ്കിൽ സ്ത്രീ ഒറ്റയ്ക്ക് തന്നെ മാസ്റ്റർ പ്ലാൻ ചെയ്യുന്ന കേസുകൾ ചിലപ്പോൾ കുറവായിരിക്കാം. ഈ സ്ത്രീ അന്നേരം നമ്മൾ സ്ത്രീ അതിനകത്ത് ക്രൈമിൽ പെടുന്നു എന്നുള്ളതല്ല, അതിൻ്റെ കുറേ പുരുഷന്മാരുടെ കൂടെ സ്ത്രീയുണ്ട്. പറഞ്ഞൊരു വലിയൊരു എലമെന്റ് ഉണ്ട്, അതായത് ഒരു ക്രൈമിന് സ്ത്രീകൾ ടൂൾ ആക്കപ്പെടുകയാണോ ചെയ്യുന്നത്, അതോ മാസ്റ്റർ മൈൻഡ് ആവാൻ പറ്റുന്നുണ്ടോ, അതോ അവിടെയും ഈ ടോപ്പ് ലെവലിൽ സ്ത്രീകൾക്ക് വരാൻ പറ്റും? ഇപ്പം ഞാൻ ചോദിച്ചു, ഡ്യൂട്ടി തന്നെ ഒരു ഡോക്ടർ, എഡ്യൂക്കേറ്റഡ് ഡോക്ടർ ഒരു ആണിനെ കൊന്ന പെട്ടിക്കകത്ത് സൂട്ട് കേസിൽ കൊണ്ടുപോയ കേസുണ്ടല്ലോ, അതുപോലെ ഷീ എലോൺ, പുള്ളിക്കാരി തന്നെയാണ് ആ ക്രൈം മുഴുവൻ. അങ്ങനെയുള്ള കേസുകൾ ഇഷ്ടം പോലെയുണ്ട്. ലേഡീസ് പ്രൈം അക്യൂസ്ഡായിട്ട് വരുന്ന കേസുകൾ ധാരാളമുണ്ട്. എന്നുവെച്ചാൽ സപ്പോർട്ടിങ് മാത്രമല്ല, ആണുങ്ങളുടെ സപ്പോർട്ട് വേണമെന്നില്ല, അതിന് ഗട്ട്സുള്ളതും
മിക്കവാറും അതിന് ചെറുപ്പമായിരുന്നപ്പോൾ അബറേഷൻസ്, സൊസൈറ്റിയിൽ നിന്ന് നെഗ്ലക്റ്റ്, ഇങ്ങനെ പലതും ആയിരിക്കണം അങ്ങനെ വന്നിരുന്നത്. അത് ശരിക്കും പഠിക്കേണ്ട ഒരു എലമെൻ്റാണ്. സ്ത്രീകളിൽ കുറ്റവാളികളായിട്ട് വരുമ്പോൾ ശരിക്കും അവരെ ഒന്ന് പഠിക്കണം. പഠിച്ചിട്ട് അത്തരത്തിൽ പഠിക്കാനുള്ള ഇനീഷ്യേറ്റീവ്സ് ഗവൺമെന്റ് തലത്തിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തലത്തിൽ സംഭവിക്കുന്നുണ്ടോ? ഉണ്ട് തീർച്ചയായിട്ടും. കമ്മീഷൻ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ കുറേ സ്റ്റഡീസ് നടത്തുന്നുണ്ട്. ക്രൈമിൽ ഉൾപ്പെട്ടിട്ട് പുറത്തു പോയ സ്ത്രീകളുടെ പറഞ്ഞ പോലെ അത് മറ്റൊരു ഘട്ടമാണ്. എത്തിപ്പെടുന്ന അവസ്ഥയെക്കുറിച്ചും അതിനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും നമ്മൾ അഡ്രസ്സ് പഠിക്കേണ്ടതുണ്ട്. കമ്മീഷൻ അതിനും വിഷയം എടുത്തിട്ടുണ്ട്. അതും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഡാറ്റാസ് എല്ലായിടത്തും കളക്ട് ചെയ്യേണ്ടതുണ്ട്. സ്ത്രീകൾ ക്രൈമിൽ ആകുന്ന, ഡിപ്പെൻഡൻ്റ് ആകുന്ന, ഇതാവുന്ന കേസുകളുടെ എണ്ണം ഡാറ്റാസ് എടുത്തുകൊണ്ട് ആ സാഹചര്യങ്ങളെ പഠിച്ചുകൊണ്ട് ഒരു സ്റ്റഡി നമ്മൾ നടത്തുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടോട് വരുമ്പോൾ കുറച്ചുകൂടെ